കൂട്ടുകാരേ, ഇന്നും നിങ്ങളിൽ കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ വന്നത്. റെഡ് വെൽവെറ്റ് കേക്ക് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 7 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ, അപ്പോൾ 8 എന്ന് പറയണം അല്ലേ, 8 ഇഞ്ചോ 7 ഇഞ്ചോ ഉള്ളൊരു ടിൻ എടുക്കാം. അതിനകത്തോട്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്ന അതെല്ലാം നമ്മൾ ഓൾറെഡി ഇപ്പോൾ അറിഞ്ഞതല്ലേ. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. സൈഡിൽ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ നേരെ നല്ല രീതിക്ക് കിട്ടും, അതുകൊണ്ടാണേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ടത്, ഒരു അരക്കപ്പ് പാലിൽ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുക എന്നാണ് ഇതിന് പറയുക. അരക്കപ്പ് പാലാണ് ഞാൻ എടുത്തത്. ആ പാല് നിങ്ങൾക്ക്, ഇതിപ്പോൾ ഞാൻ കാച്ചാത്ത പാല്, പക്ഷേ റൂം ടെമ്പറേച്ചറിലുള്ളതേ, ഫ്രിഡ്ജിലുള്ള തണുപ്പൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ കാച്ചിയ പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊന്ന് അതിൻ്റെ ചൂടൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം എടുത്താൽ മതിയേ. അപ്പോൾ അതിനകത്തോട്ട് നമ്മളൊരു ടീസ്പൂൺ വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അവിടെ വെക്കാം. വിനെഗറിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് അവിടെ വെച്ച് കൊടുത്താൽ പിന്നെ അവരെ പണിയൊക്കെ അവർ സ്വന്തം ചെയ്തോളും. അപ്പോൾ പിന്നെ മൈൻഡ് ആക്കണ്ടല്ലോ, മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഫ്ലോർ വേണം. അതിന് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. 1 കപ്പ് മൈദയും അതിൻ്റെ കൂട്ടത്തിൽ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അതിൽ കൂടുകയും കുറയുകയും വേണ്ട കേട്ടോ. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇത്രയാണ് നമ്മൾ 3 തവണയായിട്ട് അരിച്ചുകൊണ്ട് എടുക്കുന്നത് കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. സൗണ്ട് രാവിലെ തന്നെ ഒരു സുഖമല്ല. 1/4 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നനവൊന്നുമില്ലാത്ത നല്ലൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. ഈ ഒരു 2 കോഴിമുട്ട വെച്ചിട്ട് സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യാം കേട്ടോ. ചെയ്യുന്നവർ ചെയ്തോ, നല്ല രീതിയിൽ തന്നെ കിട്ടും. നമ്മളെല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീറ്ററിൽ ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും ചെയ്യാം. റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് മിക്സിയിൽ ചെയ്യാം കേട്ടോ. ഇത് തന്നെ സെയിം സംഭവം. അപ്പോൾ നമ്മളിതൊന്ന് അടിച്ച് പതപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ എന്താ പറയുക, ലിക്വിഡ് ഫോമിലുള്ള കേക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒട്ടൽ, ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സംഭവം. അതാണ് അധികം ആൾക്കാരെയും പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയോ, ഇതിലിട്ടേക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. പഞ്ചസാരേൻ്റെ കുറച്ചെങ്കിലും ഇങ്ങനെ അലിയാതെ കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു, പിന്നെ അത് വേവുന്ന സമയത്ത് ഇങ്ങനെ ഇതായിട്ട് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര നന്നായിട്ട് അലിയണം. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. വേറെ റെഡ് വെൽവെറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. മറ്റു കേക്ക് ചെയ്യുന്ന പോലെ ഓമനിച്ച് താലോലിച്ച് അങ്ങനത്തെ ഒരു മയപ്പെട്ട സ്വഭാവമൊന്നുമല്ല നമ്മളിതിനോട് കാണിക്കുന്നത്. ഒട്ടും മയമില്ലാതെ തന്നെയാണ് ഇതിനോട് നമ്മൾ പെരുമാറുന്നത് കേട്ടോ. അതിൽ എന്താ കണ്ടില്ലേ, ബീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അറഞ്ചം പുറഞ്ചം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാര അലിഞ്ഞോന്നൊന്ന് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ 1/4 കപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തില്ലേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേർത്താൽ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. എന്നിട്ട് അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, വിസ്ക് വെച്ച് ഇളക്കിയാലും മതി. ഇനി നമ്മൾ ഫ്ലോർ ഇടുന്നതിന് മുമ്പാണ് ഓവൻ സെറ്റപ്പൊക്കെ ചെയ്ത് വെക്കുന്നത്. അടുപ്പിൽ ചെയ്യാൻ 100% സക്സസ് ആവും. അടുപ്പിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഞ്ചസാര നോക്കിയതാട്ടോ ഞാൻ. അടുപ്പിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ആ ഒരു റേഞ്ചിൽ നിങ്ങളത് ബേക്ക് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം അധികം എടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഒട്ടും മയമില്ലാത്തൊരു സ്വഭാവമാണ് ഞാൻ ഈ കേക്കിനോട് കാണിക്കുന്നത്. കുഞ്ഞുവാവൻ എടുക്കും പോലെ ഒന്നും എടുക്കുന്നൊന്നുമില്ല. പക്ഷേ റിസൾട്ട് നമുക്ക് നേരെ തിരിച്ചാ, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഓവനിലാണ് ചെയ്യുന്നത് വെച്ചാൽ 200 ഡിഗ്രിയിലാണ് ഞാൻ എപ്പോഴും പ്രീ ഹീറ്റ് ചെയ്യുന്നത്. താഴത്തെ കോയിലാണ് ഓണാക്കിയത്. സമയം നമ്മൾ ഈ ഫ്ലോർ ഇടുന്ന സമയം അത്രയേ ഉള്ളൂ. പിന്നെ 2ാമത്തെ ട്രാക്കിൽ, താഴേന്ന് മേലോട്ട് 2ാമത്തെ ട്രാക്കിലാണ് നമ്മൾ ട്രേ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് റെഡ് വെൽവെറ്റ് ആണല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ വെൽവെറ്റ് കേക്കാണ്. ഈ ചേർക്കുന്ന കളർ ഏത് കളറാണോ ആ പേര് ചേർത്തിട്ട്, ആ കളറിൻ്റെ ഇത് ചേർത്തിട്ട് നമുക്ക് ഇതിനെ വിളിക്കാം. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ വെൽവെറ്റ്, യെല്ലോ ആണെങ്കിൽ യെല്ലോ വെൽവെറ്റ്, അതുപോലെ. അപ്പോൾ റെഡ് വെൽവെറ്റിന് ഈ തുണി ഞാനിതാ അടിച്ചു മാറ്റി കൊണ്ടുവന്നേ കേട്ടോ, നമുക്ക് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മോളിപ്പോൾ ഉള്ള സ്ഥിരം പരിപാടി എന്താണെന്നറിയോ,
ഞാൻ ഈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവളും ചെയ്യും. വേറൊരു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചാരി വെക്കും. എന്നിട്ട് ലോക്കായി കഴിഞ്ഞാൽ നമ്മളെ നിഴൽ അതിൽ കാണുമല്ലോ. എന്നിട്ട് അതിൻ്റെ മുന്നിൽ വെച്ച് സ്പൂണും കപ്പും ഇതെല്ലാം വെച്ചിട്ട് ഭയങ്കര കുക്കിങ്ങാണ്. അപ്ലോഡ് ചെയ്യുന്നുണ്ടോയെന്ന് ഭഗവാൻ അറിയാം. അങ്ങനെ ചെയ്ത സമയത്ത് ഇവയ്ക്ക് എൻ്റെ ഈ ഐറ്റംസിനോടൊക്കെ ഭയങ്കര കൗതുകവും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് അവളൊരു കുഞ്ഞി ഓവനുണ്ട്, അതിലേക്ക് കേക്ക് വെക്കാൻ പോയ സമയത്ത് തുണി അടിച്ച് മാറ്റി കൊണ്ടുവന്നതാട്ടോ. അവൾ കാണുന്നതിൻ്റെ മുന്നേ നമുക്ക് പണി തീർക്കാം. അപ്പോൾ ഇത് സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്ന് എപ്പോഴും പറയലുണ്ടല്ലോ നമ്മൾ. അത് നന്നായിരിക്കും കേട്ടോ. സ്പാച്ചുല എന്നല്ല, നിങ്ങൾ സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ലിക്വിഡ് ഫോമാണ്, അതുകൊണ്ട് വട്ടത്തിൽ ചുറ്റിച്ചിട്ട് സെൻറ്ററിലേക്ക് വന്നാൽ മതി. സെൻറ്ററിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, സൈഡിൽ നിന്ന് അത് ഒലിച്ച് ഇങ്ങോട്ടേക്ക് വന്നോളും. നടുവിൽ മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം വരിക. അങ്ങനെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ടാപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതൊരു വെൽവെറ്റ് കേക്ക് എന്ന് പറയുന്നതിൻ്റെ പറയാൻ മറന്നുപോയി. ഈ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ആൾക്കാർ പച്ച എർക്കിൽ നല്ല വൃത്തിയാക്കിയിട്ട് അതൊക്കെ വെച്ചിട്ട് ഒരു ചിത്രപ്പണികളൊക്കെ അതിൽ കൊടുക്കണം. കാരണം എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഓവനിലേക്ക് കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 170 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ഓവനിൽ ചിലപ്പോൾ ചൂടിൻ്റെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓക്കെ, അങ്ങനെ 170 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ടൈം വേണ്ടി വരിക. ഞാൻ തൽക്കാലം 40 വെച്ചിട്ടുണ്ട്, വേണ്ടി വരില്ല. നമുക്കൊരു 35 മിനിറ്റ് തന്നെ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഒരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഇന്ന് വരെ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക്. ഉണ്ടാക്കിയ സമയം തൊട്ടേ ഞാൻ ഈ റെസിപ്പി തന്നെയാണ് വെച്ചാൽ, നമുക്ക് ഒന്നിൽ ഓക്കെ ആണെങ്കിൽ മറ്റുള്ളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഇത്രയും കാലം ചെയ്തിട്ട് എനിക്ക് ഇതിലും ഹൈറ്റും കിട്ടാറുണ്ട്. മേൽഭാഗത്ത് ഇതുവരെ ഇങ്ങനെ ഒരു വിള്ളൽ വന്നിട്ടുമില്ല. എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനത്തെ പണി കിട്ടുക. ഇപ്പം എനിക്ക് ആ പണിയെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേക്ക് സൂപ്പറാട്ടോ, നല്ല വെൽവെറ്റ് പോലെ തന്നെയുണ്ട്. വെൽവെറ്റിൻ്റെ ക്ലോത്ത് പിടിക്കും പോലെ തന്നെയാണ് കേക്ക് ഉള്ളത്. നിങ്ങൾക്കിത് പുറമേ നിന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, മേലെ ഇങ്ങനെ ഒരു കുന്നുപോലെ വരാത്തതുകൊണ്ട് എനിക്ക് സങ്കടമാണ് ഈ കേക്കിൽ മാത്രം. കാരണം നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഇടാൻ വേണ്ടിയിട്ട് ആ കുന്ന് അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചാൽ മതിയല്ലോ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടലില്ല. കാരണം എൻ്റെ കേക്ക് എപ്പോഴും ഇതിലും ഹൈറ്റും കിട്ടും, എന്നിട്ട് നല്ല മേൽഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ടുമാണ് കിട്ടുക. അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ പക്ഷേ നിങ്ങളെ കാണിച്ചു തന്നുമ്പോൾ ചീറ്റിപ്പോയി, അതിന് ക്രാക്സൊക്കെ വീണിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് കിട്ടും. നിങ്ങൾ 100% വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. കണ്ടോ വെൽവെറ്റ് കുഷ്യൻ്റെ മുകളിലൊക്കെ തൊടുന്ന പോലെ തന്നെ. മറ്റ് സ്പഞ്ച് തൊടുന്ന പോലെയല്ല, ഇത് തൊടുമ്പം എനിക്ക് തൊട്ടാൽ മതിയാവില്ല. കേക്കിനെ പൊതുവേ കിട്ടിക്കഴിഞ്ഞാലുള്ള എൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ നമ്മളില്ലേ ഇത് മറിച്ചിട്ട കണ്ടോ, ഇങ്ങനെ എടുക്കുന്നവരെ കണ്ടോ, ആ ഒരു പറയണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ, ഇതിങ്ങനെ കമിഴ്ത്തിയിട്ട് പിന്നെ മലത്തി നോക്കുന്ന സമയത്ത് ആ കുന്നൊക്കെ പോയിട്ടോ. ഇനി ഞാൻ ക്രംസ് ഉണ്ടാക്കാൻ വേറെ തന്നെ അത് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് കാണിച്ചു തരാം. ലെയറിൻ്റെ തിക്നെസ്സും അടിപൊളി സംഭവമാണ്. നിങ്ങളിത് വിശ്വസിച്ച് ചെയ്തോ, ഞാനാണ് പറയുന്നത്. ഞാൻ ഗ്യാരണ്ടി, അങ്ങനെ ഗ്യാരണ്ടി തരണമെങ്കിൽ എൻ്റെ ചാനലിനെ വരെ ബാധിക്കുന്ന എനിക്കറിയാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. ധൈര്യമായിട്ട് ചെയ്തോട്ടോ. കണ്ടോ, അത്യാവശ്യം തിക്നെസ് ഉള്ള ലെയേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലും തിക്നെസ് എനിക്ക് സാധാരണ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴേ നല്ല കോൺസെൻട്രേഷൻ വേണം. അതില്ലാണ്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തത്. സത്യം പറയുന്നതിനെന്താ, ഈ വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പം ആ കളറിൽ പിന്നെ നമ്മൾ മേലെ കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിടുന്ന ആ ഒരു ക്രംസ് ഇടുന്നവരല്ല കേട്ടോ വെൽവെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്പഞ്ച് തന്നെ വെൽവെറ്റി ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇതല്ലാണ്ട് വേറെ റെസിപ്പീസ് ഉണ്ട് ഇതുപോലെ തന്നെ കിട്ടുന്നത്. പക്ഷേ ബട്ടർ മിൽക്കൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടൈപ്പിൽ കിട്ടുക. പിന്നെ ബട്ടർ ചേർത്തിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റെസിപ്പി ഫോളോ ചെയ്താലും ആ ഒരു സാധാരണ നമ്മൾ സ്പഞ്ച് ചെയ്യുന്ന രീതിക്കല്ല ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് മെയിനായിട്ടും. റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെ ചെയ്യണം. അപ്പോൾ ഐസിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് ഐസിംഗ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ കേക്ക് നിങ്ങൾ നല്ല ധൈര്യമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയതിനേക്കാളും നല്ല ഔട്ട്പുട്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു മയമില്ലാത്ത പെരുമാറ്റത്തിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയത്. പക്ഷേ കേക്ക് വന്നിട്ടുള്ളത് നല്ല വാവാച്ചി പോലെയാട്ടോ, കുഞ്ഞൂസ് വാവേനെ പോലെ നല്ല സോഫ്റ്റ് തുണി പോലെയൊക്കെ മടക്കാൻ പറ്റിയ ആ ഒരു നല്ല രീതിക്കാണ് നമുക്ക് കേക്ക് ഔട്ട്പുട്ട് തിരിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ സത്യസന്ധമായ, കിട്ടിയവരും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്കത് നെക്സ്റ്റ് അവർക്ക് എന്താ പറ്റിയെന്നൊക്കെ നോക്കിയിട്ട് കമൻറ്റിൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
ഞാൻ ഫ്രീ ആയതുകൊണ്ടാണ് എല്ലാ കമൻസിനും മെസ്സേജ് അയക്കുന്നത്, റിപ്ലൈ തരുന്നതെന്ന് വിചാരിക്കല്ലേ കേട്ടോ. നല്ല ബിസിയാണ്, ഒരു കുഞ്ഞുമോളെയും കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നിട്ടും ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ മാക്സിമം. അപ്പോൾ എല്ലാവരും വേഗം അഭിപ്രായം പോരട്ടെ. ടാറ്റാ.